ഇത് 150 ഏക്കർ പ്രോപ്പർട്ടിയാ. നിങ്ങളെ കൊന്നു കുഴിച്ചിട്ടാൽ ഒരു കുഞ്ഞു പോലും അറിയില്ല. മര്യാദയ്ക്ക് പോകുന്നതാ നല്ലത്. അച്ഛൻ്റെ ചിതാഭസ്മം കാശിയിലൊഴുക്കാൻ പോവാ. നിങ്ങളെയും ചേർത്ത് ഒഴുക്കട്ടെ. അച്ഛനെ പൊക്കിക്കോടാ. ഓടിപ്പാടാ. എടാ എങ്ങോട്ട് പോയാ? ബാബാ ഇവിടെ ഉണ്ട്. ഇവിടെ നോക്ക്. നീ ആരാണെന്ന് പറഞ്ഞോ? അല്ലെ നിന്റെ അച്ഛന് ചിതാഭസ്മം കാശിയിലല്ല കക്കൂസിലിടും. അങ്ങനെയാണെങ്കിൽ സത്യം പറയുന്നു അതോ ഇതിനകത്തിടണോ? നീ ട്രിഗർ അമർത്തി ഞാൻ ഫ്ലഷ് അമർത്തും. വേണ്ട, 3 വരെ എണ്ണും. എടാ സെന്തിൽ ഇതിനകത്ത് കിടറ അവന്റെ അച്ഛനെ. 1. ഞങ്ങൾ ചത്താലും കുഴപ്പമില്ലടാ. നിന്റെ അച്ഛനെ ഞങ്ങൾ ഇതിനകത്തിട്ട് ഇളക്കും. 2. നിന്റെ അച്ഛന് ശാന്തി കിട്ടാതെ ഈ കക്കൂസി തന്നെ കടന്ന് ചുറ്റാൻ പോവാ. എടാ എന്താടാ? കുടത്തിൽ അച്ഛനില്ല. കുടം മാറി എടുത്തോണ്ട് വന്നത്. ഈ കുടത്തിനകത്തൊന്നുമില്ല. കുടത്തിനകത്ത് പറയടാ, നീ ആരാ? ഞാൻ പഞ്ചവൻ പാരിവേന്ദൻ. സത്യമായിട്ട് പറയുക എന്റെ അച്ഛനാണ്. സത്യമായിട്ട് പറയുക ഞാൻ തന്നെയാ പാരി. അവൻ പപ്പു. പപ്പു ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാരൻ്റെ മകൻ. ഞങ്ങളെല്ലാവരും അവനെ പപ്പു എന്നാ വിളിക്കുക. അവൻ്റെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം എൻ്റെ അച്ഛൻ അവനെ ഞങ്ങളുടെ വീട്ടിൽ താമസിപ്പിച്ചു. ബൾബ് ഇടുന്നത്, തുണി തേക്കുന്നത്, ബ്രെഡും മുട്ടയുമായിട്ട് വരുന്നത്, ഇങ്ങനെയുള്ള ജോലികളൊക്കെ അവനാണ് ചെയ്യാറ്. അവന് പഠിക്കണമെന്ന് വല്ലാത്ത കൊതിയായിരുന്നു. എൻ്റെ പഴയ യൂണിഫോം ഇട്ടോണ്ടാ സ്കൂളിലേക്ക് പോകുന്നത്. ഏത് ക്ലാസ് റൂമാണോ അവനിഷ്ടം അവിടെ പോയിരിക്കും. എനിക്ക് പഠിത്തം വലുതായിട്ടൊന്നും കയറത്തില്ല. സോ എനിക്ക് അവൻ ആവശ്യമായിരുന്നു. എൻ്റെ ഹോംവർക്കൊക്കെ അവനോട് ചെയ്യാൻ പറഞ്ഞു. എൻ്റെ എക്സാമും അവനോട് തന്നെ എഴുതാൻ പറഞ്ഞത്. ഒക്കെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ സാർ 6ാം ക്ലാസ്സിലെ കുട്ടി 10ാം ക്ലാസ്സിലെ കണക്കിടുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു. മോനെ, ഏത് ക്ലാസ്സാ നീ? നിന്റെ പേരെന്നാ? ഞങ്ങൾ കുടുങ്ങി. എൻ്റെ അച്ഛൻ നാട്ടിലെ പ്രമാണിയായതുകൊണ്ട് സാറ് ഹെഡ് മാസ്റ്ററിനോട് പറയുന്നതിന് മുമ്പ് എൻ്റെ അച്ഛനോട് പറഞ്ഞു. നീയല്ലേ തുടങ്ങി വെച്ചേ, നീ തന്നെ അവസാനിപ്പിക്കേ. നാട്ടുകാരൊക്കെ എന്നെ കാണുമ്പോൾ എല്ലാവരും എന്നെ ബഹുമാനിക്കുന്നു. പക്ഷെ തിരിഞ്ഞു നിന്ന് വിരലടയാളമെന്ന് കളിയാക്കുക. ഈ ഗതി എൻ്റെ മകന് വരാൻ പാടില്ല. ഇവന് വിദ്യാഭ്യാസം വേണം. എൻ്റെ മകന് ഡിഗ്രി വേണം. ഇവൻ എഞ്ചിനീയർ ആകട്ടെ. പഞ്ചവൻ പാരിവേന്ദൻ എന്ന പേരിൽ ഇവൻ വാങ്ങുന്ന ഡിഗ്രി ഈ ഭിത്തിയിലിരിക്കണം. ഞാനും 4 കൊല്ലം ലണ്ടനിലായിരുന്നു. IEC-ൽ അവൻ എൻ്റെ പേരിൽ എഞ്ചിനീയറിംഗും പഠിച്ചു. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം IEC-യുമായി ബന്ധപ്പെട്ട ആരെയും കാണരുതെന്ന് അച്ഛൻ അവൻ്റെ അടുത്ത് സത്യവും മേടിച്ചു. ഞാൻ ആരെയും കാണാൻ പോകുന്നില്ല. പക്ഷേ എന്നെങ്കിലും ഒരു ദിവസം എൻ്റെ 2 കൂട്ടുകാർ എന്നെ അന്വേഷിച്ച് വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. പപ്പു, നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അഡ്രസ്സ് തരാൻ നിങ്ങൾ പോയി കാണണം. പക്ഷെ ഒരു കാര്യം, ഈ രഹസ്യം ആരും അറിയാൻ പാടില്ല. ഏത് രഹസ്യം? മുതലാളി, ആ മൊന്തയല്ല മുതലാളി, ഈ മൊന്തയാ. അച്ഛൻ ഇതിനകത്താ ഉള്ളേ. അത് മുരുകനാ. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയാ. സബ് ടൈറ്റിൽ ഇല്ലാതെ മനസ്സിലാവില്ല. നമ്മളിപ്പോ എവിടെയാ പോകുന്നത്? ധനുഷ്കോടി. ധനുഷ്കോടിയിലേക്കോ? എന്തിനാ? ഭാര്യയെ കാണാൻ. അവിടെ അവൻ എന്താ ചെയ്യുന്നത്? അറിയില്ല. ഏതോ സ്കൂളിന്റെ അഡ്രസ് തന്നിട്ടുണ്ട്. സ്കൂളോ? ഭാര്യ സ്കൂൾ ടീച്ചറാണോ? അതാണ് അവൻ വാട്ടർ ടാങ്കിന്റെ അവിടെ വരാഞ്ഞതല്ലേ? ഞാൻ ഫിക്സലിൻകോയുടെ വൈസ് പ്രസിഡന്റ്. അവൻ സ്കൂൾ ടീച്ചർ. A for apple, B for ball, C for cat, D for donkey, F for fort. പോടാ. ഞാൻ നെക്സ്റ്റ് വീക്ക് കൊസസി പസപ്പുകളോടൊപ്പം ഇന്റർനാഷണൽ ഡീൽ സൈൻ ചെയ്യാൻ പോവാ. അവൻ സ്കൂൾ ടീച്ചർ. A for apple, B for boy, C for cat. സാധ്യതയില്ല. പണ്ട് ഭാര്യയോടുണ്ടായിരുന്ന വിശ്വാസം ഇപ്പൊ വളരെ കൂടി. ഞങ്ങളെല്ലാം എന്തിനാ എഞ്ചിനീയറിംഗ് പഠിച്ചത്? അച്ഛനും അമ്മയ്ക്കും വിലയുണ്ടാവും, നല്ല ജോലി കിട്ടും, ഫോറിൻ പോകാം, സുന്ദരിയായ ഭാര്യയെ കിട്ടും, സ്വന്തം വീടേ കാർന്ന് സെറ്റിൽഡ് ആകാം. പക്ഷെ അവൻ ഇതിനൊന്നിനുമല്ല കോളേജിൽ വന്നത്.
ജസ്റ്റ് പഠിക്കാൻ വേണ്ടി, അവന്റെ അറിവ് വളർത്താൻ വേണ്ടി മാത്രം വന്നു. അവന് ലാസ്റ്റ് വരുന്നതിനെ കുറിച്ച് പേടിയില്ല, ഫസ്റ്റ് വന്ന അഭിമാനവും ഇല്ല. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതാരാണ്? ശരി ഉത്തരം, നീൽ ആംസ്ട്രോങ്. എല്ലാവർക്കും അറിയാം. രണ്ടാമതായി കാലുകുത്തിയതാരാ? അതും നീൽ ആംസ്ട്രോങ് ആണ് സാർ. പിന്നെ ഒറ്റക്കാലിൽ നടക്കണമെന്നാണോ? രണ്ടാമതായി കാലുകുത്തിയ മനുഷ്യൻ ആര്? No, don't waste your time. It's not important. Because രണ്ടാം സ്ഥാനത്തെത്തുന്ന ആർക്കും ഈ ലോകത്ത് ഒരു സ്ഥാനവുമില്ല. 2 മാസങ്ങൾക്ക് മുമ്പ് 25 കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് ജോലി വാഗ്ദാനം ചെയ്യുന്നതിനായി നമ്മുടെ ക്യാമ്പസിൽ വന്നിരുന്നു. അതായത് ഫൈനൽ എക്സാം എഴുതുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ ജോലി ഉണ്ടാകും. This is your last lamb, my friends. Put the pedal to the metal. Excellent, Abu. Go out there and make history. Any questions? Yes. സർ, ഒരു പക്ഷേ ജോലി കിട്ടിയിട്ട് എക്സാമിൽ അല്ല ഫെയിലായാൽ അല്ല ആ ജോലി കിട്ടുമെന്നറിയാൻ. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇനി മറ്റാർക്കെങ്കിലും ഇതുപോലെ സംശയമുണ്ടോ? വിചാരിച്ചു. പ്ലീസ് കം ഓൺ സ്റ്റേജിലേക്ക് വരൂ. Everybody give them a big hand. Come on stage. Come. Don't waste my time. കഴിഞ്ഞ 4 വർഷങ്ങളായി IIT-യിലെ എല്ലാ എക്സാമുകളിലും ഇവർ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ക്ലാസ്സിൽ ലാസ്റ്റ് ആവുന്നത് ഈ ജീനിയസുകളുടെ തലച്ചോറ് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റാൽ നല്ല വില കിട്ടും. കാരണം എന്താണെന്നറിയാമോ? ഇത് അല്പം പോലും ഉപയോഗിക്കാത്ത തലച്ചോറാണല്ലോ. ഇവര് ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. പാസ്സായാലും ശരി ഫെയിൽ ആയാലും ശരി ഇവരുടെ ജോലിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം ഇവർക്ക് ജോലി കിട്ടാൻ പോകുന്നില്ലല്ലോ. ഐ ഗ്യാരണ്ടി. ഈ മിടുക്കരായ സ്റ്റുഡൻസിന്റെ പേരുകൾ സ്വർണ്ണ ലിപികളിൽ എഴുതി വെക്കണം. ബൈസെന്റിലേറ്റർ, ഡ്രിവൻ കാറ്റനേഷൻ. പ്ലീസ് ഗിവ് ദം എ ബിഗ് ഹാൻഡ്സ്. അവൻ നമ്മളെ നാണം കെടുത്തിയല്ലോടാ. ഇനി എങ്ങനെ എല്ലാവരുടെ മുഖത്ത് നോക്കും പബ്ലിക്കായിട്ട്? എടാ, നിങ്ങളുടെ എല്ലാവരുടെ അമ്പലത്തിലേക്കും നടന്നു പറഞ്ഞ ദയവ് ചെയ്ത് വൈറസിനുള്ള ടിക്കറ്റ് കൺഫേം ചെയ്ത് വേഗം അങ്ങോട്ട് വിളിച്ചു. അയാളുടെ ശല്യം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. രാജ, ഞാൻ തൊഴുതു പറയുക, അവന് കഠിന ശിക്ഷ കൊടുക്ക്. കഠിന ശിക്ഷ? എണ്ണ ചട്ടിയിലിട്ട് വറുത്തെടുക്ക്. ഓ അതാ. ഇവൻ സൈഡ് ഡിഷിന് വൈറസ് 65 ഓർഡർ ചെയ്തോണ്ടിരിക്കുന്നത്. നീ ചുമ്മാതിരിക്കടാ. നീ ചിരിച്ചോണ്ട് വൈറസിന്റെ അടുത്ത് ഫ്രണ്ട് റോയിൽ തന്നെ ഇരുന്നില്ലേ? ഞങ്ങളെയാ മണ്ടന്മാരെന്ന് പറഞ്ഞ് പുറകിലേക്ക് വലിച്ചെറിഞ്ഞത്. അടുത്ത വർഷം ഞങ്ങളെല്ലാം ഫോട്ടോയിൽ വരുമോന്ന് പോലും അറിയില്ല. ചുമ്മാ ഇരടാ. ഞാൻ എന്താ ഫസ്റ്റ് വന്നതെന്നറിയാമോ? എന്താന്ന് വെച്ചാൽ ഞങ്ങളെല്ലാം ലാസ്റ്റ് ആയതുകൊണ്ട്. എനിക്ക് മിഷൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് എഞ്ചിനീയറിംഗിൽ ഇൻട്രസ്റ്റ് കൂടുതലാണ്. നിനക്കേതിലാ ഇൻട്രസ്റ്റ് എന്ന് ഞാൻ പറയട്ടെ? ഏതിലാ? ബാഗിലാണോ? നോക്ക്, ഇതിലാണ് നിനക്ക് ഇൻട്രസ്റ്റ്. ഇതാദ്യം പോയി പോസ്റ്റ് ചെയ്യടാ. 5 വർഷത്തിന് മുമ്പ് ഇവന്റെ ഫേവറേറ്റ് ഫോട്ടോഗ്രാഫറിന് എഴുതിയ ലെറ്ററാണിത്. പേരെന്താ? BMW അതോ ബെൻസോ? ബെൻസ് മാത്തെ. ബെൻസ് മാത്തെ. അങ്ങേരുടെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്ത് എവിടെയെങ്കിലും സെറ്റിൽ ആണെന്ന് വിചാരിച്ചു. എന്നാൽ ഇവന്റെ അച്ഛൻ ഹിറ്റ്ലർ രാമകൃഷ്ണനെ പേടിച്ചിട്ട് ലെറ്റർ പോസ്റ്റ് ചെയ്യാതെ അങ്ങ് വിട്ട് കളഞ്ഞു. എഞ്ചിനീയറിംഗ് എല്ലാം കളഞ്ഞിട്ട് നീ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആകണം. നിനക്ക് ഏതിലാണ് ഇൻട്രസ്റ്റ് ഉള്ളത് ആ ജോലിയാണ് നോക്കേണ്ടത്. AR റഹ്മാന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ അച്ഛൻ നീ വലിയ ബാറ്റ്സ്മാൻ ആകണമെന്ന് പറഞ്ഞാലും, സച്ചിൻ ടെണ്ടുൽക്കറിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ അച്ഛൻ നീ വലിയ മ്യൂസിക് ഡയറക്ടർ ആകണമെന്ന് പറഞ്ഞാലും എന്താവുമെന്ന് പറഞ്ഞേ?
ഈ കോന്തം സ്നേഹിക്കുന്നത് ഫോട്ടോഗ്രാഫി, കല്യാണം കഴിക്കാൻ പോകുന്നത് മെഷീനാണ്. പോടാ ദ്രോഹി. സോറി ഭാര്യാനന്ദം. എൻ്റെ ലവർ, എൻ്റെ വൈഫ് രണ്ടും എഞ്ചിനീയറിംഗ്. എന്നിട്ട് ഞാൻ എന്താ അവസാനം വരുന്നത്? പറയടാ. പറയൂ സ്വാമി. കാരണം നീ ഒരു മൊണ്ണയാടാ. വരും കാലത്തെ കുറിച്ച് പേടിക്കുന്ന പേടിത്തൂറൻ. നോക്ക, കയ്യിലും കഴുത്തിലും എത്ര ചരടാ കെട്ടിയേക്കുന്നത്. ഒന്ന് എക്സാമിന്, ഒന്ന് പെങ്ങളുടെ കല്യാണത്തിന്, ഒന്ന് ജോലിക്ക്. എന്താടാ നീ ഇങ്ങനെ വരും കാലത്തെ കുറിച്ച് ഓർത്ത് പേടിച്ചോണ്ടിരുന്ന എങ്ങനെ സമാധാനമായിട്ടിരിക്കാൻ പറ്റൂടാ? എങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നേ? നീയൊക്കെ നല്ല സുഹൃത്തുക്കൾ തന്നെ. ഒരുത്തൻ പേടിച്ച് ആകുന്നു, ഒരുത്തൻ ചത്ത് ജീവിക്കുന്നതിന് തുല്യം. ഈ പറയുന്ന ആള് വലിയ വീരനാ. എന്താടാ നിനക്കെന്താ പേടിയില്ലേ? ഞാൻ എന്ത് കണ്ടാടാ പേടിച്ച? നീ റിയയെ സ്നേഹിക്കുന്നില്ലേ? അത് അവളോട് പറയാനായിട്ട് നിനക്ക് ഭയമല്ലേ? പറഞ്ഞു പോയി. ചുമ്മാ ഫ്രീ അഡ്വൈസ് കൊടുക്കുന്ന ഈസിയാ, പക്ഷേ അതുപോലെ നടക്കുന്നത് വളരെ കഷ്ടം. ധൈര്യം ഉണ്ടെങ്കിൽ അവളോട് പോയി പറഞ്ഞാണെന്ന് കാണട്ടെ. നീ ഈ കാര്യം പോയി അവളോട് പറഞ്ഞാ ഞാനും എൻ്റെ അച്ഛനോട് പോയി പറയും എനിക്ക് എഞ്ചിനീയറിംഗ് വേണ്ട, ഞാൻ ഫോട്ടോഗ്രാഫർ ആകാൻ പോവാന്ന് പറയും. കറക്റ്റാടാ നീ പറഞ്ഞു. ഞാനും എൻ്റെ കൈ കിടക്കുന്ന എല്ലാ ചരടും അയച്ചു കളഞ്ഞിട്ട് ധൈര്യമായിട്ട് ഇന്റർവ്യൂവിന് പോവാം. പ്രോമിസ്ഡാ. പോയി പറയടാ. എന്താടാ പാരിസാർ ഓഫായി പോയോ? പേടിയാടാ ഇവന്. എങ്ങോട്ടാടാ? ഉറങ്ങടാ പോയി. വാടാ. എടാ പ്രിൻസിപ്പാൾ, ഇനി ശനിയാഴ്ച നിനക്ക് എന്റെ കൈ കൊണ്ടാടാ മരണം. പട്ടി വല്ലോണ്ടോ നോക്ക്. എന്താ തൂറാൻ മുട്ടുന്നു? അതേടാ. ഇതുപോലെ നിന്റെ ഓരോ പല്ല് പിടിച്ച് കൊഴിക്കും ഞാൻ. വൈറസ് ക്രിമി. എങ്ങനെയുണ്ടടാ? ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാം. ശബ്ദം ഉണ്ടാക്കരുതേ, ഞാൻ പഞ്ചവന, മനസ്സിലായില്ലേ? ഒരു 2 minutes ഞാനൊന്ന് സംസാരിച്ചോട്ടെ, അതിനുശേഷം ഞാൻ പൊയ്ക്കോളാം. പറയാൻ പാടില്ല. റിയ, അന്ന് നിന്റെ കൂടെ സ്കൂട്ടറിൽ വന്ന ആ ഒരു 20 നിമിഷമാണ് എൻ്റെ ജീവിതത്തിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെന്റ്സ്. എൻ്റെ ജീവിതം മുഴുവനും അതുപോലെ തന്നെ നിന്റെ കൂടെ സ്കൂട്ടറിൽ പോയിക്കൊണ്ടേയിരിക്കണമെന്ന് തോന്നുകയാണ് റിയ. You know something? ദിവസവും നീ എൻ്റെ സ്വപ്നത്തിൽ അതേ സ്കൂട്ടറിൽ കല്യാണ വേഷത്തോടെ വരുന്നുണ്ട്. ഹെൽമെറ്റ് എല്ലാം ഊരിക്കളഞ്ഞിട്ട് കിസ് ചെയ്യാൻ വേണ്ടി അടുത്തേക്ക് വരും. എന്നാ കിസ് മിസ്സായി പോയി. അതെന്താ? മൂക്ക് ഇടിച്ചു, ഞാൻ കണ്ണു തുറന്നു പോയി. എടാ മണ്ട, നിനക്ക് ആ തലയൊന്ന് ചെരിച്ച് ഉമ്മ കൊടുത്തൂടായിരുന്നോ? സോറി, ഞാൻ റിയ ആണെന്ന് വിചാരിച്ച്. റിയ ആയ മതിയായിരുന്നു. കൊന്നുകളയും. എന്തിനാ നീ എഴുന്നേറ്റ? ഇതൊന്നും പറയാൻ സാർ 4 വർഷം എടുത്ത. റിയ, മൂക്കിടിക്കാതെ അവനൊന്ന് ഉമ്മ വെച്ച് കാണിച്ചു കൊടുത്തേ. ഞാൻ നിനക്ക് പെർമിഷൻ തരാം. ഇതാരാ? ചേച്ചി. നീ ആരാ? ഇവന്റെ ചേച്ചി. എടാ
പോലെ. എന്താ അത്? നീ എന്നോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാ ഇവൻ ആദ്യമായി എന്നെ ചവിട്ടിയത്. ഇവനോ? നിങ്ങൾക്ക് എങ്ങനെ അറിയാ ഇത് ഇവളാണോ ഇവനാണോ എന്ന്? അച്ഛൻ ജോലിച്ച് നോക്കിയിരുന്നു ജനിക്കാൻ പോകുന്നത് എഞ്ചിനീയർ ആണോ ഡോക്ടർ ആണോ എന്ന്. എന്ന് വെച്ചാ ചെറുക്കനാണെങ്കിൽ എഞ്ചിനീയർ, പെണ്ണാണെങ്കിൽ ഡോക്ടർ. ഓ ശ്യാം, നീ അകത്ത് തന്നെ കിടന്നോ കേട്ടോ. പുറത്ത് ഭാരത സർക്കസ് നടക്കുന്നേ. നിന്റെ അപ്പൂപ്പനാ റിംഗ് മാസ്റ്റർ. വടിയെടുത്ത് ഏതു നേരം അടിച്ചോണ്ടേ ഇരിക്കും. ലൈഫ് ഈസ് എ റേസ്. റൺ റൺ, എഞ്ചിനീയർ ആകാൻ നോക്ക്. എന്നാ നിന്റെ മനസ്സെന്താണ് പറയുന്നത് അത് മാത്രം അനുസരിക്ക്. വേറെ ആരെങ്കിലും നിന്നെ പേടിപ്പിച്ചാൽ കൈയെടുത്ത് നെഞ്ചിൽ വെച്ചിട്ട് ഓൾ ഈസ് വെൽ എന്ന് പറ. ചവിട്ടുന്നു. ഒന്നുകൂടെ പറഞ്ഞേ. ഓൾ ഈസ് വെൽ. ചവിട്ടുന്നു. വീണ്ടും വീണ്ടും ചവിട്ടുന്നു. ഒന്ന് പറഞ്ഞേ പറഞ്ഞേ. ആരാ ആരാ അത്? ഞങ്ങളുടെ അച്ഛന് ലെറ്റർ അയക്കിയല്ലേ, ഇന്നാടാ അതിനുള്ള റിപ്ലൈ. ആരാ അത്? ബൈ ചാം.